الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. ما شاء الله. ഈ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ച മുസ്ലിങ്ങളുടെ ആത്മീയാചാര്യർ സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ അവറുകളെ ആദ്യ പാഠം ചൊല്ലി കൊടുത്ത ബഹുമാന്യരായ വൈസ് ചാൻസലർ ഡോക്ടർ ബഹവദ്ദീൻ ഉസ്താദ് അവറുകളെ, ഇത് കേൾക്കുന്ന ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി തയ്യാറാക്കുന്ന ഒന്നാം ക്ലാസ് വിദ്യാർത്ഥികളുടെ പഠനോദ്ഘാടനമാണ് ബഹുമാനപ്പെട്ടവർ നിർവഹിച്ചിട്ടുള്ളത്. അതിൻ്റെ കൂടെ ദാറുന്നൂറിനെ പറ്റിയും ദാറുന്നൂറിൽ ഇപ്രാവശ്യം വന്നു ചേരുന്ന 7ാം ബാച്ചിനോടും ഒന്ന് രണ്ട് വാക്കുകൾ അതിനിടയിൽ പറയുക എന്നത് മാത്രമാണ് ലക്ഷ്യമാക്കുന്നത്. ഷഹീദ് CM ഉസ്താദ് മെമ്മോറിയൽ ഫൗണ്ടേഷൻ കാശിപട്ടണത്തിൽ നടത്തുന്ന ദാറുന്നൂർ എഡ്യൂക്കേഷൻ സെന്ററിലെ ഇന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന മഹത്തായ ഒരു സ്ഥാപനമാണ് ദാറുന്നൂർ അക്കാദമി. ഫൗണ്ടേഷൻ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത് ബഹുമാന്യരായ ഞങ്ങളുടെ മാർഗദർശിയായിരുന്ന പണ്ഡിത ക്രേസരർ, വിദ്യാഭ്യാസ വിചക്ഷണർ, എത്രയോ മഹല്ലുകളുടെ ഖാളി, സമസ്ത കേരള ജമഇയ്യത്തുൽ ഉലമായുടെ സീനിയർ വൈസ് പ്രസിഡന്റും, അതുപോലെ MIC പോലുള്ള വലിയ വിദ്യാഭ്യാസ നഗരികൾ തീർത്ത മഹാനായ CM അബ്ദുള്ള മുസ്ലിയാർ അവറുകളുടെ സ്മരണയിലായിട്ടാണ് ഇത് സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ സ്വപ്നമനുസരിച്ചാണ്, അദ്ദേഹത്തിൻ്റെ ആഗ്രഹമനുസരിച്ച് എന്നതുപോലെ കർണാടകയുടെ ദീനി വിദ്യാഭ്യാസത്തിലുള്ള മുഖച്ഛായം മാറ്റിയെടുത്ത് വേണ്ട എല്ലാ സൗകര്യങ്ങളോടു കൂടെയുള്ള ഒരു മഹാവിദ്യാഭ്യാസ കോംപ്ലക്സ് ഇവിടെ ഉണ്ടാകണം എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ആഗ്രഹമായിരുന്നു. അങ്ങനെ ആ ആഗ്രഹം പൂവണിയാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇപ്പോൾ തരപ്പെടുത്തി തന്നത് കാശിപട്ടണത്തിൽ ആസ്കോജിയാറ് ആദ്യമായി സംഭാവന ചെയ്ത് തന്ന 5 ഏക്കർ സ്ഥലത്തിലാണ്. അതിപ്പോൾ 12.5 ഏക്കറുകളുമായി തീർന്നിട്ടുണ്ട്. മാഷാ അല്ലാഹ്, വളരെ ഭംഗിയായ നിലയിൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ മുമ്പോട്ട് പോകുന്നു. എല്ലാവരുടെയും സഹകരണങ്ങൾ അതിലേക്ക് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയും ചെയ്യും. ദാറുന്നൂർ
ബോർഡിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ 7ാം ബാച്ചിൻ്റെ ഉദ്ഘാടനമാണ്, പഠനത്തിൻ്റെ ഉദ്ഘാടനമാണ് ഇന്ന് നടത്തപ്പെടുന്നത്. ഇവിടെ അഭിസംബോധനം ചെയ്യപ്പെടുന്നത് ആ പിഞ്ചു കുട്ടികളും അവരുടെ രക്ഷിതാക്കളുമാണ്. ലോകവും നമ്മളും എല്ലാവരും ഒരു പ്രത്യേക സാഹചര്യത്തിലൂടെയാണ് മുമ്പോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഈ സാഹചര്യം ഉണ്ടാക്കി തീർത്തിട്ടുള്ള അതിൻ്റെതായ പ്രയാസങ്ങൾ നമ്മളെല്ലാവരും ഈ അവസരം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഈ കാര്യത്തിലും നമ്മൾ പ്രയാസം അനുഭവിക്കുന്നുണ്ട്. സാധാരണ നമ്മൾ വിദ്യാഭ്യാസം തുടങ്ങിയാൽ നടത്തപ്പെടുന്നത് പോലെയല്ല ഇപ്പോൾ ഈ പ്രാരംഭം കുറിക്കപ്പെടുന്നത്. അങ്ങ് അകലെയിരുന്ന് ഓൺലൈനിലൂടെ ബന്ധപ്പെട്ടുകൊണ്ട് നമ്മളുടെ ക്ലാസ്സുകൾ കേൾക്കേണ്ട അവസരം നിങ്ങൾക്കും അതുപോലെ നിങ്ങളുടെ രക്ഷിതാക്കൾക്കും ഉണ്ടായിരിക്കുകയാണ്. കാരണം ഏത് സ്ഥിതിവിശേഷമുണ്ടായാലും അവിടെ നമുക്ക് നമ്മുടേതായിരിക്കുന്ന ദീനിനെയും ദീനിൻ്റെ ഇൽമിനെയും സംരക്ഷിക്കാനുള്ള പദ്ധതികൾ നമ്മൾ ആസൂത്രണം ചെയ്യണം. ഇത് യഥാർത്ഥത്തിൽ നമ്മൾ ഗൾഫിലുണ്ടായിരുന്ന സമയത്ത് നമ്മുടെ അത് ഒരു പുതിയ വിദ്യാഭ്യാസ ചിന്ത അനുസരിച്ച് സിലബസുകളിൽ നിന്നെല്ലാം ഗവൺമെൻറ് നടത്തുന്ന കോളേജുകളിലും സ്കൂളുകളിലുമുള്ള സിലബസുകളിൽ നിന്ന് ദീന വിദ്യാഭ്യാസം കുറേശ്ശെയായി പുറത്തു പോയപ്പോൾ അവിടെയുള്ള സർവ ആളുകളും പണ്ഡിതന്മാരും ദുഃഖിക്കുന്നതും കരയുന്നതും ഈ ഉള്ളവൻ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു, എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ ദുഃഖിക്കുകയും കരയുന്നത്? നമ്മളെ കേരളത്തിലേക്ക് നോക്ക്. ഇവിടെ മാഷാ അല്ലാഹ് ഗവൺമെന്റിനെ പോലും വെല്ലുന്ന നിലയിൽ ദീനുൽ ഇസ്ലാമിൻ്റെ വിജ്ഞാനം അത് സ്ഥായിയായി നിലനിർത്താനുള്ള സംവിധാനങ്ങൾ ഞങ്ങളുടെ പണ്ഡിതന്മാർ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ അത് സ്കൂളിൽ 5 മണിക്കൂറല്ലേ, ബാക്കി 19 മണിക്കൂറും നമ്മുടെ കയ്യിലുണ്ട്. അതിൽ നിന്ന് 2 മണിക്കൂർ നമ്മൾ ദീനി വിദ്യാഭ്യാസത്തിനായി ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ നേതൃത്വത്തിൽ ചെയ്തതുപോലെ ഇവിടുത്തെ പണ്ഡിതന്മാരും സംഘടിച്ച് ചെയ്താൽ അത് പരിഹരിക്കാനേ ഉള്ളൂ. അതേപോലെ തന്നെയാണ് ഏത് പ്രശ്നങ്ങളും സംഭവ വികാസങ്ങളും ഉണ്ടായാലും അതിൽ നാം നെട്ടുന്നതിന് പകരം അതിനെ എങ്ങനെ പരിഹരിക്കാമെന്ന്, അതിനെ എങ്ങനെ ചികിത്സിക്കാമെന്ന് ആലോചിച്ച് അതിനു വേണ്ട ചികിത്സാ മുറ നമ്മൾ കാണുകയാണ് വേണ്ടത്. പേടിച്ചോ വരഞ്ഞോ കരഞ്ഞോ നമുക്ക് പിന്മാറില്ല. ഏത് സാഹചര്യത്തിലായാലും നമ്മുടെ ദീനിൻ്റെ വിജ്ഞാനവും അതേപ്രകാരം ദീനിൻ്റെ കാര്യങ്ങളും മറ്റു ഭൗതിക കാര്യങ്ങളോടൊപ്പം നമുക്ക് നിലനിർത്താൻ വേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ അവസരോചിതമായിട്ട് ചെയ്തു തീർക്കാൻ ബാധ്യസ്ഥരാണ്. അതുപോലെ ഒരവസ്ഥയാണ് ഇന്ന് നമ്മുടെ വിദ്യാഭ്യാസം തുടങ്ങുമ്പോൾ ഉണ്ടായിട്ടുള്ളത്. സാധാരണ പോലെ ക്ലാസ്സിൽ കുട്ടികളെ ഇരുത്തി പഠിപ്പിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ അതെങ്ങനെ പരിഹരിക്കാൻ കഴിയും എന്ന് ചിന്തിച്ച് നോക്കിയപ്പോൾ ഒന്നും കഴിഞ്ഞില്ലെങ്കിൽ കഴിയുന്നത് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ, കാരണം ആ വിദ്യാഭ്യാസത്തിന് ഒരു കോർവയുണ്ട്. ആ കോർവ മുറിഞ്ഞു പോയാൽ പിന്നെ അത് രണ്ടാമത് തിരിച്ചു പിടിക്കാൻ സാധ്യമല്ല. അപ്പോൾ നമ്മുടെ പഠനം അത് മുറിഞ്ഞു പോവാതെ നമുക്ക് സൂക്ഷിക്കാൻ കഴിയണം. അപ്പോൾ അതിന് ഇന്ന് റബ്ബ് തആല നമുക്ക് തന്നിട്ടുള്ള ഒരു വഴിയാണ് ഈ ഓൺലൈൻ മാർഗത്തിലൂടെ ഉള്ളത്. അപ്പോൾ അതിന് നമുക്ക് ഏതെല്ലാം, കാരണം പഴയതുപോലെ ആവുകയില്ലെങ്കിലും
അതിനെ എങ്ങനെയെല്ലാം ഉപയോഗിച്ചിട്ട് നമ്മുടെ വിദ്യാഭ്യാസ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയുമോ അങ്ങനെ കൊണ്ടുപോകുന്നതിൽ വിദ്യാർത്ഥികളും അതുപോലെ അധ്യാപകന്മാരും രക്ഷിതാക്കളും വളരെ ശ്രദ്ധാപൂർവം അത് നിർവഹിക്കണം. എന്നാലേ അത് മുമ്പോട്ട് പോകാൻ കഴിയുള്ളൂ. കുഞ്ഞുങ്ങൾക്ക് അത് കേൾക്കാനും മനസ്സിലാക്കാനുള്ള സാഹചര്യങ്ങൾ കൊടുത്തിരിക്കണം. എന്നാൽ ഇങ്ങനത്തെ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് അതാണ്. അതായത് ഏത് സാഹചര്യത്തിലും നിങ്ങൾ എന്താണ് പ്രതീക്ഷകൾ വിടരുത്, പ്രതീക്ഷ വിടരുത് എന്ന് പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളിയതാണ്. നിങ്ങൾ ഖിയാമത്ത് നാൾ അന്ത്യനാൾ ആരംഭിച്ചു കഴിഞ്ഞു, ലോകത്ത് അന്ത്യനാൾ സംഭവിക്കുന്നത് ആരംഭിച്ചു കഴിഞ്ഞു എന്ന് കേട്ടാലും നിങ്ങളുടെ കയ്യിൽ നിങ്ങൾ നടാൻ പിടിച്ചിരിക്കുന്ന ഒരു ഞാറ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഖിയാമത്ത് നാൾ എടുത്തു പോയി എന്ന് പറഞ്ഞ് അത് ഉപേക്ഷിക്കേണ്ട, അവിടെ നിങ്ങൾ ആ ഞാറ് നട്ടുകൊള്ളണം എന്നുള്ളതാണ്. അതേപോലെയാണ് ഈ സാഹചര്യത്തിലും മനുഷ്യൻ്റെ ആയുസ് കാര്യത്തിലും എല്ലാം. അതായത് പ്രതീക്ഷ അവസാന നിമിഷം വരെ നമ്മൾ എന്താണ് ഉപേക്ഷിക്കാൻ പറ്റില്ല. ആ പ്രതീക്ഷയാണ് നമ്മുടെ ഇതുപോലുള്ള കാര്യങ്ങളിലേക്ക് നയിച്ചു കൊണ്ടിരിക്കുന്നത്. മാഷാ അല്ലാഹ്. എന്ന് മാത്രമല്ല ദാറുൽ നൂറിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതീക്ഷകൾ വെച്ചുകൊണ്ടിട്ടാണ് ഇത് പ്രവർത്തന രംഗത്തേക്ക് വന്നിട്ടുള്ളത്. നമുക്ക് കർണാടകയിൽ അതിമഹത്തായ വലിയ ഒരു വൈജ്ഞാനിക നഗരം തന്നെ ഇവിടെ പണിതെടുക്കണം എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ലക്ഷ്യമുള്ളത്. അതുകൊണ്ട് അതിലത്തെ ആദ്യത്തെ കണ്ണികളായിട്ടുള്ള നിങ്ങൾ, അതായത് ഈ ഏഴാം എന്താണ് ഏഴാമത്തെ ബാച്ചിൻ്റെ തുടക്കമാണ് നിങ്ങൾ. മാഷാ അല്ലാഹ്. ഇവിടെ 80 കുട്ടികളോടും എടുക്കപ്പെട്ടിട്ടുണ്ട്. കാരണം കഴിയുന്നത്ര വിശാലമാക്കണം എന്നുള്ളത് തന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം. അപ്പോൾ ഈ ഓൺലൈനിലൂടെ നടക്കുന്ന ഈ സദഖകൾ ബഹുമാനപ്പെട്ട പാണക്കാട് ശഹീദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചു കഴിഞ്ഞു. ഇതിൻ്റെ തുടക്കം ബഹുമാനപ്പെട്ട വൈസ് ചാൻസലർ ബഹാവുദ്ദീൻ ഉസ്താദ് ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനോടൊപ്പമാണ് ഈ വാക്ക് കൂട്ടിച്ചേർക്കുന്നത്. അതുകൊണ്ട് കേൾക്കുന്ന കുട്ടികളും അതേപ്രകാരം അവരുടെ രക്ഷിതാക്കളും ഇതിനെ നിയന്ത്രിക്കുന്ന ഉസ്താദുമാർ വളരെ ശ്രദ്ധാപൂർവം ഇത് കേട്ട് ഇത് വേണ്ടതുപോലെ കുട്ടികൾക്ക് അത് പഠിക്കാനും മനസ്സിലാക്കാനുമുള്ള സൗകര്യങ്ങൾ രക്ഷിതാക്കൾ ഒരുക്കി കൊടുക്കണം. അത് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ ഉസ്താദുമാരും അതേപ്രകാരം അതിൽ വേണ്ടതുപോലെ ശ്രദ്ധിക്കാനുള്ള സാഹചര്യം കുട്ടികൾക്കും അതിനുള്ള ഉത്സാഹവും നമ്മളെല്ലാവരും ഉണ്ടാക്കി കൊടുക്കണം. അത് ഏതായാലും ഈ ലഭിച്ചിരിക്കുന്ന ഈ കാര്യത്തെ, അതായത് ഓൺലൈനിലൂടെയുള്ള ക്ലാസ്, ഈ പ്രയാസകാലത്ത് നമുക്ക് ലഭിച്ചിരിക്കുന്ന വലിയ ഒരു വൈജ്ഞാനിക നേട്ടമായി മനസ്സിലാക്കി അത് നഷ്ടപ്പെട്ടു പോകാതെ പ്രാധാന്യത്തോടുകൂടെ അതിനെ പിടിച്ച് മനസ്സിലാക്കി മുമ്പോട്ട് പോകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. അതേപ്രകാരം ഇൻഷാ അല്ലാഹ് ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ സ്ഥാപനം പഴയതുപോലെ നടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ആ ഉണ്ടാകുന്നത് വരേക്കും എല്ലാവരും രക്ഷിതാക്കളും മറ്റു ഇതിൻ്റെ പ്രവർത്തകരും എല്ലാം ഇതിൽ സഹകരിക്കണം. കുഞ്ഞുങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ വലിയ ഒരു മഹത്തായ ലക്ഷ്യത്തിലേക്കുള്ള നിങ്ങളുടെ കാൽവെപ്പാണ് ഈ പഠനത്തിൻ്റെ തുടക്കം എന്ന് മനസ്സിലാക്കി. കാരണം
ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പുറത്തു വന്നിട്ടുള്ള ഹുദവികൾ വൈജ്ഞാനിക വിപ്ലവം സൃഷ്ടിച്ചുകൊണ്ട് നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അവർ ഏത് മേഖലയിലായി പോയാലും ആ മേഖലയെല്ലാം പൊന്നാക്കി തീർക്കുന്ന സ്ഥിതിവിശേഷമാണ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. എന്ന് മാത്രമല്ല, സ്ഥാപനങ്ങൾ എങ്ങനെയാണ് നടത്തേണ്ടതെന്ന് പോലും അറിയാതിരുന്ന നമ്മുടെ സാമൂഹികമായിട്ടുള്ള സ്ഥിതിവിശേഷത്തിൽ എങ്ങനെയാണ് സ്ഥാപനം നടത്തേണ്ടത് എന്നും കൂടി ദാറുൽ ഹുദ നമുക്ക് അതിൻ്റെ മഹാത്മാക്കളായ മറിഞ്ഞുപോയ മഹാരഥന്മാരായ വിദ്യാഭ്യാസ വിചക്ഷണരായ പണ്ഡിത ഗ്രേസരന്മാരായ ആ മഹാത്മാക്കൾ ബഷീർ മുസ്ലിയാരെ പോലെയും ഹൈദറോസ് മുസ്ലിയാരെ പോലെയും പാപ്പുട്ടി ഹാജിയെ പോലെയും ഉള്ള മഹാന്മാർ നമുക്ക് കാണിച്ചിട്ടുള്ളത്. എല്ലാവരെയും പേര് പറയാൻ എനിക്കിപ്പോൾ ഓർമ്മ വരുന്നില്ല. അത് തന്നിട്ടുണ്ട്. അപ്പോൾ അതിനെ നമ്മളെന്താണ് വേണ്ടതുപോലെ ഉപയോഗപ്പെടുത്തും. നമുക്കൊക്കെ കാണാൻ കഴിഞ്ഞിട്ടുള്ളത് വലിയ വലിയ ഭൗതികമായിട്ട്, അതായത് ഹുദവിയായി കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് പ്രതീക്ഷയാണ്, ഭൗതികമായും പ്രതീക്ഷയാണ്. അതേപ്രകാരം തന്നെ ആത്മീയമായിട്ടും പാരിത്രികപരമായിട്ടും പ്രതീക്ഷയുള്ള കാര്യമാണ്. അതിനുള്ള ഉദാഹരണങ്ങൾ ധാരാളം നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ലണ്ടൻ തൊട്ട് യൂറോപ്പ് തൊട്ട് അമേരിക്ക തൊട്ട് ഓസ്ട്രേലിയ തൊട്ട് ഉള്ള ഓരോ രാജ്യങ്ങളിലും അതേപ്രകാരം ഗൾഫ് രാജ്യങ്ങളിലും ഉന്നതമായ സ്ഥാനങ്ങളിൽ ഇരുന്നു കൊണ്ടിട്ട് എവിടെ ഇരുന്നാലും ശരി മനുഷ്യൻ എന്താണ് പ്രബോധനം ചെയ്യുക എന്നുള്ളത് അവസരത്തിനൊത്ത് ഒന്നാമത് ഇസ്ലാമിൻ്റെ അംബാസഡറായിട്ട് ജീവിച്ചിട്ട് ആ അവസരത്തിനൊത്തിട്ടുള്ള കാര്യങ്ങൾ ഇസ്ലാമിന് വേണ്ടി ചെയ്യുക എന്നുള്ളത് മാത്രമാണ് പ്രബോധനത്തിൻ്റെ അർത്ഥം. ഇതുപോലെ ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പ്രവാചകനായിരുന്നു, വലിയ അദ്ദേഹം ജയിലിലായിരുന്നു 12 വർഷം, അത് കൂടുതൽ. അപ്പോൾ എന്താണ്, പക്ഷെ അദ്ദേഹം പ്രബോധനത്തിൽ തന്നെയാണ്. അപ്പോൾ ആ 2 ആളുകൾ സ്വപ്നത്തിൽ ബഹുമാന്യനായ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് സ്വപ്നവ്യാഖ്യാനം തേടി വന്ന 2 പേരോട് അതാണ് ഞങ്ങൾ ഇതിൻ്റെ വ്യാഖ്യാനം പറഞ്ഞു തരാം. എന്നിട്ട് ബഹുമാനപ്പെട്ട് ചോദിക്കും, ഈ 100 കണക്കിന് ദൈവങ്ങളോ അതല്ല ഏകനായ ഇലാഹാണോ എന്ന് ചോദിച്ചുകൊണ്ട് ആ കിട്ടിയ അവസരം എന്താണ് ദീനീൻ്റെതായ പ്രബോധനത്തിന് വേണ്ടി ഉപയോഗിക്കും. ഇതുപോലെ തന്നെ നമ്മളെവിടെയായിരുന്നാലും, മാനേജറായിരുന്നാലും, അതുപോലെ ഓർഗനൈസറായിരുന്നാലും, പ്രക്ഷേപകനായിരുന്നാലും, അതേപോലെ പത്രത്തിൻ്റെ പ്രതിനിധിയായിരുന്നാലും, അതേപ്രകാരം ഹോം മിനിസ്ട്രിയിലായിരുന്നാലും, എവിടെയായിരുന്നാലും ലഭിക്കുന്നത് അവസരം പ്രബോധനത്തിനായിട്ട് ഉപയോഗിക്കുക. ഇതാണ് പ്രബോധകൻ്റെ കടമ. അപ്പം അത് മാഷാ അല്ലാഹ് ഇത് നമുക്ക് ദർശിക്കാൻ കഴിയുന്നു. ഹുദവികൾ ഇവിടെ ഉണ്ടാക്കി തീർത്ത വിജ്ഞാന വിപ്ലവത്തിലൂടെ മാഷാ അല്ലാഹ്. അതുപോലെ നിങ്ങൾ ഓരോരുത്തരും വളർന്ന് വലുതായി 12 വർഷം ഒരു വൈജ്ഞാനിക ജയിൽ പോലെ മനസ്സിലാക്കിയിട്ട് ഈ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് എന്ത് ത്യാഗവും സഹിക്കാൻ തയ്യാറായിക്കൊണ്ട് ആ ഈ വിദ്യാഭ്യാസ കാലയളവ് നിങ്ങൾ വിദ്യാഭ്യാസത്തിലായിട്ട് പൂർത്തീകരിക്കണം. അങ്ങനെ നിങ്ങളുടെ മഹത്തായ ആ വലിയ വലിയ പ്രവർത്തനങ്ങളും ദീനീ മുന്നേറ്റങ്ങളും കണ്ടിട്ട് നമ്മൾക്കൊക്കെ കണ്ണ് കുളിർക്കാൻ കഴിയണം. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അതുപോലെ ഈ സ്ഥാപനത്തിന് വേണ്ടി അധ്വാനിക്കുകയും അതേപ്രകാരം തന്നെ അതിനെ സഹായിക്കുകയും അതിനുവേണ്ടി പരിശ്രമിക്കുകയും അതിനെ സ്നേഹിക്കുകയും ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ വിദ്യാർത്ഥികൾ അത് ദുആ ചെയ്യേണ്ടതാണ്. കാരണം നിങ്ങളുടെ ദുആക്ക്, വിദ്യാർത്ഥികളുടെ ദുആക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ വലിയ പ്രാധാന്യമുണ്ട്. ഇതുപോലെ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുൻകാലക്കാരായ മഹാത്മാക്കളുടെ വല്ല സംഭവവും നമുക്ക് പറഞ്ഞു തന്നാൽ അതിൻ്റെ അർത്ഥം എന്താണ്? നല്ല കാര്യം പറഞ്ഞു തന്നാൽ അതിൻ്റെ അർത്ഥം അതുപോലെ നിങ്ങൾ ചെയ്യണമെന്നാണ് പറഞ്ഞത്. അള്ളാഹു ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അരുളിയില്ലേ, വിദ്യാർത്ഥികൾ ലതളഉൽ മലായികതു അജ്നിഹതഹ റിളൻ ബിമാ യഅമൽ. അതായത് മലക്കുകൾ വിദ്യാർത്ഥികളെ കണ്ടാൽ, മുതഅല്ലിമീങ്ങളെ കണ്ടാൽ അവരുടെ ചിറകുകൾ അവർക്ക് വിരിച്ചു കൊടുക്കും എന്നാണ്. കാരണം അവർ ചെയ്യുന്ന ആ പ്രവൃത്തിയുടെ വിദ്യാഭ്യാസത്തോട് ഉള്ള അവരുടെ പൊരുത്തം കാരണം. അപ്പോൾ ഇത് അങ്ങനെ മലക്കുകൾ ചെയ്യുന്നുണ്ട് എന്ന് നബിതങ്ങൾ നമ്മളോട് പറയുന്നത് എന്തിനാണ്? അതുപോലെ നിങ്ങളും ചെയ്യണം. വിദ്യാർത്ഥികളോട് എപ്പോഴും കരുണയോടും അതേപ്രകാരം തന്നെ കാരുണ്യത്തോടു കൂടിയുമായിരിക്കണം വർത്തിക്കേണ്ടത്. കാരണം അവർ വലിയ വാഗ്ദാനങ്ങളാണ്. അപ്പോൾ അവർ നിങ്ങളുടെ ദുആക്കും അള്ളാഹുവിൻ്റെ അടുക്കൽ വലിയ മഹാത്മ്യം പ്രാധാന്യവും ഉണ്ടാകണം. അതുകൊണ്ട് അങ്ങനെ നിങ്ങൾ ദുആ ചെയ്യണം. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. റഹ്മാനായ റബ്ബേ, ഈ ഇന്ന് ലോകത്ത് വന്ന് ഭവിച്ചിട്ടുള്ള ഈ മഹാമാരിയിൽ നിന്ന് ഞങ്ങളെയും ഞങ്ങളെ അഹലിനെയും സ്ഥാപനത്തിനെ സഹായിക്കുന്നവരെയും സ്ഥാപനത്തിൽ പഠിക്കുകയും ജോലി ചെയ്യുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരെയും അവരുടെ അഹലുകാരെയും അതേപ്രകാരം ഇതിനു വേണ്ടി അധ്വാനിക്കുകയും പരിശ്രമിക്കുകയും അതിൻ്റെ കാര്യങ്ങൾക്ക് നേതൃത്വം നൽകുന്നവരെയും റഹ്മാനായ റബ്ബേ, അതുപോലെ ഇതിനെ സ്നേഹിക്കുന്നവരെയും ഈ മഹാമാരിയിൽ നിന്ന് നീ കാക്കണം റഹ്മാനെ. ഈ നാടിനെയും കാക്കണം റഹ്മാനെ. റഹ്മാനായ റബ്ബേ, ഈ ബല ഞങ്ങളെ നിന്നും അതേപ്രകാരം ലോകത്തു നിന്നും ഹൈറായ രൂപത്തിൽ വിട്ടുമാറ്റി തരണം റഹ്മാനെ. ഞങ്ങളെല്ലാം നിന്റെ സാലിഹങ്ങളായ സജ്ജനങ്ങളായ അടിമകളിൽ ചേർത്തു തന്ന് നിന്റെ കലിമ ചൊല്ലി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി മരിക്കുന്ന നിന്റെ ഇഷ്ടദാസന്മാരിൽ ഞങ്ങളെല്ലാം പെടുത്തണമേ റഹ്മാനെ. ആമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.